ശ്രീ കെ ജി മുരളീധര ഗുരുക്കൾ ഒരു ആമുഖം. കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തെയും സാമൂഹിക മണ്ഡലത്തെയും മതവിശ്വാസങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും കലാസാഹിത്യ മണ്ഡലങ്ങളെയും ഏറെ സ്വാധീനിച്ച ഒരു വിദ്യാശാഖയാണ് കളരിപ്പയറ്റ്. കേരളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ആവിഷ്കരിക്കാൻ ഇത്രയേറെ സമൃദ്ധമായ മറ്റൊരു പ്രസ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയാം. തെക്കൻ, വടക്കൻ, മധ്യ കേരള എന്നീ 3 വിഭാഗങ്ങളിലായാണ് കേരളത്തിലെ കളരി സമ്പ്രദായം മുന്നേറുന്നത്. ഈ 3 ശാഖകളിലും അവഗാഹം നേടിയിട്ടുള്ള ഒരാചാര്യനായിരുന്നു ശ്രീ കെ ജി മുരളീധര ഗുരുക്കൾ. കൊച്ചി രാജഭരണകാലത്ത് രാജാക്കന്മാർക്കിടയിലുണ്ടായ ആഭ്യന്തര കലഹങ്ങൾ അടിച്ചമർത്തുവാനും അതിജീവിക്കുവാനും വേണ്ടി ഉത്തര മലബാറിൽ നിന്നും കൊണ്ടുവന്ന ആയോധനകല ആചാര്യന്മാരുടെ പിന്തുടർച്ചക്കാരിൽ ഒരാളാണ് ശ്രീ കെ ജി മുരളീധര ഗുരുക്കൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയോധന അധ്യാപനം അപ്രസക്തമായപ്പോൾ കളരി കുടുംബത്തിലെ അംഗമായിരുന്ന നാരായണൻ ഗുരുക്കൾ ജ്യോതിഷത്തിലേക്കും വൈദ്യത്തിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോട്ടയത്തേക്ക് താമസമാക്കി. അദ്ദേഹത്തിൻ്റെ പുത്രൻ എൻ ഗോവിന്ദൻ വൈദ്യരുടെയും കമലാക്ഷിയുടെയും 2ാമത്തെ പുത്രനായി കോട്ടയത്തിനടുത്ത് കണിയാൻകുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ശ്രീ കെ ജി മുരളീധര ഗുരുക്കൾ ഭൂജാതനായി. ചെറുപ്പം മുതൽക്കേ കായിക വിദ്യകളോട് തൽപരനായിരുന്ന അദ്ദേഹം 11ാം വയസ്സ് മുതൽ പിതാവും ആദ്യ ഗുരുവുമായ എൻ ഗോവിന്ദൻ വൈദ്യരിൽ നിന്നും പാരമ്പര്യ ചികിത്സയുടെയും ആയോധനകലയുടെയും ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങി. കോലം തുള്ളൽ, ജ്യോതിഷം, വൈദ്യം എന്നിവയിൽ പ്രഗത്ഭനായിരുന്നു ഗോവിന്ദൻ വൈദ്യർ. എങ്കിലും അദ്ദേഹം തൻ്റെ മക്കളെ കുലത്തൊഴിൽ പഠിപ്പിക്കുന്നതിൽ തൽപരനായിരുന്നില്ല. കാരണം ഇനിയുള്ള കാലം പാരമ്പര്യ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഗുരുക്കളുടെ സുഹൃത്തായ മാധവൻ നായർ മുഖാന്തിരം യോഗ അഭ്യസിക്കുന്നതിനു വേണ്ടി സ്വാമി ബോധാനന്ദ സരസ്വതിയുടെ ശിഷ്യത്വം സ്വീകരിച്ചത്. മതപ്രഭാഷകനും യോഗാചാര്യനും കൂടിയായിരുന്നു സ്വാമി ബോധാനന്ദ സരസ്വതി. സ്വാമിജിയുടെ കൂടെ യോഗാ പ്രദർശനത്തിന് മുരളീധര ഗുരുക്കളും പോവുക പതിവായിരുന്നു. ഒരു കളരി ഉദ്ഘാടനത്തിന് സ്വാമിയുടെ കൂടെ മുരളീധര ഗുരുക്കളും സുഹൃത്ത് മാധവൻ നായരും കൂടി പോയപ്പോഴാണ് അവിടുത്തെ കളരി ഗുരുനാഥൻ പി വാസുദേവൻ ഗുരുക്കളെ പരിചയപ്പെടുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തത്. പിന്നീട് വടക്കൻ സമ്പ്രദായത്തിൻ്റെ ഉപരിപഠനത്തിനായി നാരായണ ഗുരുക്കളുടെ കീഴിലും പരിശീലിച്ചിരുന്നു. കൂടാതെ വിദ്യയ്ക്ക് വിദ്യ എന്ന രീതിയിൽ, അതായത് പരസ്പരം അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ട് ഇ പി വാസു ഗുരുക്കളുടെ അടുത്തും പരിശീലിച്ചിരുന്നു. കൊച്ചി രാശാൻ, വൈക്കം നാറാണത്തുപിള്ള എന്നിവരിൽ നിന്നും തെക്കൻ സമ്പ്രദായവും ആലപ്പുഴ ആന്റണി യന്ത്രപ്പേർ ആശാനിൽ നിന്നും കുട്ടനാടൻ സമ്പ്രദായത്തിലുള്ള വെട്ടും ചുവടുകളും കത്തിയും ചുവടുകളും വശമാക്കി. കളരി പരിശീലനത്തോടൊപ്പം തന്നെ അദ്ദേഹം കോട്ടയം ജിംനേഷ്യത്തിൽ അംഗമായി ഗുസ്തി പരിശീലനവും ആരംഭിച്ചു. ഗുസ്തി പരിശീലകരായ വർഗീസ് സാർ, ശങ്കർ സിംഗ് ആശാൻ, രാമകൃഷ്ണപിള്ള സാർ എന്നിവരുടെ കീഴിലാണ് ഗുസ്തി പരിശീലിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ജിംനാസ്റ്റിക്സ് കോച്ചായ ആനയറ രവീന്ദ്രൻ മാസ്റ്ററുടെ കീഴിൽ ജിംനാസ്റ്റിക്സും പരിശീലിച്ചു. 1966-67 വർഷങ്ങളിൽ 2 തവണ സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പും 1973, 74, 75, 76 വർഷങ്ങളിൽ സംസ്ഥാന റെസ്ലിംഗ് മത്സരത്തിൽ ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. 2 തവണ സംസ്ഥാന ഗുസ്തി ടീം ക്യാപ്റ്റൻ സ്ഥാനവും അലങ്കരിച്ചു. 1976 ദേശീയ ഗുസ്തി മത്സരത്തിൽ മഹാരാഷ്ട്ര കേസരിയായിരുന്ന ദിലീപ് ഷിൻഡയെ 45 സെക്കൻഡ് കൊണ്ട് ശ്രീ മുരളീധര ഗുരുക്കൾ പരാജയപ്പെടുത്തി. 1976 കേരളത്തിൽ വെച്ച് നടത്തിയ ആദ്യത്തെ ഇന്റർനാഷണൽ കരാട്ടെ ടൂർണമെന്റിൽ അന്ന് കളരിപ്പയറ്റും യോഗയും ഗുസ്തിയും മാത്രം പരിശീലിച്ചിട്ടുള്ള ശ്രീ കെ ജി മുരളീധര ഗുരുക്കൾ ഓപ്പൺ ഫൈറ്റിംഗ് വിഭാഗത്തിൽ വിജയം കരസ്ഥമാക്കി.
ആയോധന കലാരത്നം, കർമ്മശ്രേഷ്ഠ എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചു. പിന്നീട് അദ്ദേഹം ഷോട്ടോക്കാൻ കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ ബോണി റോബർട്ടിൻ്റെ കീഴിൽ കരാട്ടെയും അഭ്യസിച്ചു. കൂടാതെ മലയാള ചലച്ചിത്ര മേഖലയിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ, ജയൻ, മധു എന്നീ പ്രതിഭകൾക്കൊപ്പം കടത്തനാട്ടുമാക്കം, മാമാങ്കം, ഉരുക്കുമുഷ്ടികൾ, കാട്ടുപോത്ത് തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ തൻ്റെ അഭിനയ പാടവം കാഴ്ചവെക്കുകയും ഈ മഹാനടന്മാർക്കു വേണ്ടി സംഘടന രംഗങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തതിലൂടെ അഭ്രപാളിയിൽ തൻ്റെ പേര് കുറിക്കുകയും ചെയ്തു. 1970 മുതൽ കായിക പരിശീലനത്തിനായി ശ്രീപതി CVN കളരി സ്ഥാപിച്ചു. 1982 KSRTC ഗുസ്തി ടീമിൽ അംഗമാവുകയും 2003 വരെ KSRTC ജീവനക്കാരനായും സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. KG മുരളീധര ഗുരുക്കളുടെ ഇളയച്ചനായ ശങ്കരൻ വൈദ്യരിൽ നിന്നും മന്ത്രവിധിയുടെ ബാലപാഠങ്ങൾ പഠിക്കുകയും ഭാര്യാപിതാവ് കേശവൻ വൈദ്യരിൽ നിന്നും കരിങ്കുന്നം മാധവൻ വൈദ്യരിൽ നിന്നും പാരമ്പര്യ ചികിത്സാ മുറകളും വശമാക്കി. 1981 BBC-യുടെ വേ ഓഫ് ദ വാരിയർ എന്ന ഡോക്യുമെൻ്ററിയിലും ട്രാൻസ്വേർഡ് ഓഫ് സ്പോർട്സ് UTV, ദൂരദർശൻ, ഏഷ്യാനെറ്റ്, MTV, നാഷണൽ ജിയോഗ്രഫി എന്നീ TV ചാനലുകളിലും KG മുരളീധര ഗുരുക്കളും ശിഷ്യരും കളരിപ്പയറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് ആയോധന മുറയായി കളരിപ്പയറ്റ് മധ്യ തിരുവിതാംകൂറിൽ കാര്യമായ വേരോട്ടമില്ലാതിരുന്ന 1960കളുടെ തുടക്കത്തിൽ ഈ മഹത്തായ കായിക കലയുടെ പ്രചാരകനായി മാറുകയും കളരിപ്പയറ്റിനെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തവരിൽ പ്രധാനിയായിരുന്നു ശ്രീ KG മുരളീധര ഗുരുക്കൾ. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ തൻ്റെ ചെറുപ്പം മുതൽ ജീവശ്വാസം പോലെ കൊണ്ടുനടന്ന കളരിപ്പയറ്റ് സ്വദേശീയരും വിദേശീയരുമടക്കം അനേകം ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുത്തു. മഹനീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ KG മുരളീധര ഗുരുക്കൾ. ആരും ഒന്നുകൂടി നോക്കിപ്പോകുന്ന, ആരിലും ബഹുമാന ആദരങ്ങൾ ജനിപ്പിക്കുന്ന ആകാരമാണ് അദ്ദേഹത്തിൻ്റേത്. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ആയോധനകല പരിശീലനവും പഠിപ്പിക്കലും ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു. തികഞ്ഞ ലക്ഷ്യബോധവും കർമ്മകുശലതയുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതൊരു സംരംഭത്തിനിറങ്ങുന്നതിനു മുൻപും അതിൻ്റെ ലക്ഷ്യമെന്തെന്നതിനെക്കുറിച്ച് ഗുരുക്കൾക്ക് വ്യക്തമായ ബോധ്യവും ദൃഢനിശ്ചയവും മനോധൈര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു. സാധാരണക്കാരനായി ജീവിച്ചാൽ പോരാ, പാരമ്പര്യമായി പകർന്നു കിട്ടിയ ആയോധനകലയുടെ അഭിവൃദ്ധിക്കും ആരോഗ്യ സംരക്ഷണത്തിനും തന്നാലാവുന്നതെല്ലാം ചെയ്യണമെന്നും അവയെല്ലാം ഏറ്റവും ശ്രേയസ്കരമായ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരണമെന്ന ചിന്തയും അദ്ദേഹത്തിന് ചെറുപ്പകാലം മുതൽ ഉണ്ടായിരുന്നു. കോട്ടയം കളിമന എന്ന കലാകേന്ദ്രം, ആർഷ വിദ്യാപീഠം, കളരിമർമ്മ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം എന്നിവ സ്ഥാപിച്ചപ്പോഴും കോട്ടയം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ രൂപീകരിച്ചപ്പോഴും പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചപ്പോഴുമെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു. 1969 ബാലചികിത്സകനായ പാലാ കണിയാമ്പറമ്പിൽ കേശവൻ വൈദ്യരുടെയും ജാനകിയുടെയും മൂത്ത മകൾ തങ്കമ്മയെ തൻ്റെ ജീവിത സഖിയാക്കി. മക്കൾ മനോജ് മുരളീധര ഗുരുക്കൾ, ബിജു മുരളീധര ഗുരുക്കൾ, ഡോക്ടർ സിജു മുരളീധര ഗുരുക്കൾ. കളരിപ്പയറ്റിൻ്റെ അനന്തവിഹായസിൽ പ്രോജ്വലിച്ചു നിന്ന ശ്രീ മുരളീധര ഗുരുക്കൾ എന്ന പ്രകാശഗോപുരം സ്വർണ്ണ ചിറകടിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയിട്ട് ഇന്ന് 2 വർഷം കഴിഞ്ഞുവെങ്കിലും അദ്ദേഹം കൊളുത്തിയ 10,000-ൽ പരം ചെറുതിരികളാകുന്ന ശിഷ്യഗണങ്ങൾ ഇന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി തുടരുന്നു.
ശ്രീ KG മുരളീധര ഗുരുക്കൾ എന്ന മഹാനുഭാവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമം.